എടപ്പാൾ നടുവട്ടം ഐലക്കാട് റോഡിൽ താന്നിക്കുന്നത്ത് നിർമ്മിക്കുന്ന മാലിന്യ പ്ലാന്റിന്റെ ഭൂമി പൂജയ്ക്കെതിരെ സമരസമിതി രംഗത്ത്. ഭൂമി പൂജയെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാസങ്ങളായി സമരം തുടരുകയാണ്. എടപ്പാൾ നടുവട്ടം ഐലക്കാട് റോഡിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഓക്സിഫ്ലോ കമ്പനി തുടങ്ങാൻ പോകുന്ന മാലിന്യ പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ മാസങ്ങളായി സമരം തുടർന്നുകൊണ്ട് രംഗത്തുണ്ട്. പൊന്നാനി താലൂക്കിൽപ്പെട്ട ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും മലിനജലവും മറ്റ് മാലിന്യ വസ്തുക്കളും ലോറികളിൽ ശേഖരിച്ചു കൊണ്ടുവന്ന പ്രതിദിനം 2 ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിക്കാൻ ഉദ്ദേശിച്ചാണ് ഇവിടെ പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് നിരവധി കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മുന്നിൽ കണ്ടാണ് ജനകീയ സമരസമിതി ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ നാട്ടുകാർ എടുക്കുന്ന നാടിന് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഇതുമായി ഏതെല്ലാം സ്വാധീനങ്ങൾ വന്നാലും അതെല്ലാം നിങ്ങൾ അകറ്റിയോടെ തള്ളിക്കളയുമെന്നും നാട്ടുകാരോടൊപ്പം അതിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാകുമെന്നും ഞങ്ങൾ മാത്രമല്ല ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വകാര്യമായി പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്നാളെ നിങ്ങൾ സമരത്തിൽ കാണുന്നുണ്ടോ, ഇന്നാളെ നിങ്ങൾ യോഗത്തിൽ കാണുന്നുണ്ടോ, ഇന്ന പാർട്ടിക്കാരെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ, അവരൊക്കെ ക്രമേണ മെല്ലെ പിന്തിരിഞ്ഞിരിക്കുന്നു, അവരെ ഇന്നാൾ വിളിച്ചിരിക്കുന്നു, ഇന്നാൾ ഇതാക്കിയിരിക്കുന്നു, ഇന്നാൾക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നൊക്കെ അവരുടെ കാര്യം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള കുപ്രചരണങ്ങളാണ് എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ പൊതു പ്രവർത്തകരായ നേതാക്കളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ തെറ്റിദ്ധാരണകൾ വീഴരുത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇന്നിവിടെ നിർമ്മാണം തുടങ്ങുന്നതിന്റെ ചില കാര്യങ്ങളെന്ന് വ്യാഖ്യാനെ ബഹുമാനപ്പെട്ട കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. തിങ്കളാഴ്ച രാവിലെ മാലിന്യ പ്ലാന്റിന്റെ ഭൂമിപൂജ നടത്തിയതിനെതിരെയാണ് സമരസമിതി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ഭൂമിപൂജ എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. പെട്ടെന്ന് വന്ന ഒരു അറിയിപ്പാണ് നമ്മളെ ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് പ്രേരിപ്പിച്ചു. അത്തരമൊരു ഭൂമിപൂജ, മലവിസർജനങ്ങളെല്ലാം അടക്കം ചെയ്യുന്ന സെപ്റ്റി ടാങ്കിന് ഭൂമിപൂജ വളരെ വൈരുദ്ധ്യമുള്ള ഒരു സംഭവം. എന്നാൽ അത്തരത്തിലൊരു ഭൂമിപൂജ എന്ന പ്രദേശത്തുകാരെ കബളിപ്പിക്കുന്ന തന്ത്രവുമായി കടന്നു വരുമ്പോൾ മുസ്തഫ എന്നോട് പറഞ്ഞു, അടിയന്തരമായി ഞങ്ങൾ ജനകീയ സമരസമിതിയുടെ യോഗം കൂടുകയാണ് എന്ന്. മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു തരത്തിലും. നേരത്തെ മറ്റ് സ്ഥലങ്ങളിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും എതിർപ്പ് മൂലം അവിടെ നിന്നെല്ലാം പിന്തിരികയായിരുന്നു. 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീടുകളിലെ കിണറുകളിൽ മാലിന്യം കലരാൻ ഇടയാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. മനുഷ്യജീവിതം ദുസ്സഹമാകുന്ന തരത്തിൽ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പദ്ധതിയെ എതിർക്കുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. പദ്ധതിക്കെതിരെ രാഷ്ട്രീയ കക്ഷികളുടെയും പൊതു പ്രസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിച്ചാണ് ജനകീയ സമരസമിതി രൂപീകരിച്ചത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് എം രോഹിത്, മെമ്പർ കെ പി റാബിയ, ഇബ്രാഹിം മുദൂർ, ഭാസ്കരൻ മേലാറയിൽ, പ്രഭാകരൻ നടുവട്ടം, രാജീവ്, സമരസമിതി നേതാക്കളായ മുസ്തഫ, നടരാജൻ, രാജു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ.